ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ ചിലപ്പോൾ അന്ധനും, ചിലപ്പോൾ ബധിരനും, ചിലപ്പോൾ മൂകനും ആകേണ്ടിവരും. തോൽവിയെ ഭയപ്പെടാതിരിക്കുക എന്നതാണ് വിജയിക്കാനുള്ള ഏകമാർഗം. യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹസാഫല്യത്തിൻ്റെ അടിസ്ഥാനം. ബഹുമാനം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ അത് മറ്റുള്ളവരോട് എത്രത്തോളം കാണിക്കുന്നുവോ അത്രയധികം അത് നിങ്ങളിൽ പ്രതിഫലിക്കും. 4 സ്ഥലങ്ങൾ ഒരിക്കലും നിറയുന്നില്ല: കടൽ, ശ്മശാനം, ആഗ്രഹങ്ങൾ, മനുഷ്യൻ്റെ മനസ്സ്. കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ജനൽ അടയ്ക്കാൻ പഠിക്കുക. വിശ്വാസം തകർത്തിട്ടുള്ള ക്ഷമാപണത്തിന് ഒരു അർത്ഥവുമില്ല. ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. എന്തിനാണ് നിങ്ങൾ അതിന് അനുവദിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ എത്ര ദയയുള്ളവരായാലും ഉദാരമനസ്കനായാലും നിങ്ങൾക്ക് ഒരിക്കലും നന്ദിയില്ലാത്ത ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പരാജയപ്പെടുന്നത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. അതിനാൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു ബന്ധത്തിൽ ഒരിക്കലും വഴക്കില്ലെങ്കിൽ ആ ബന്ധം നിലനിർത്തുന്നത് ഒരിക്കലും മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്. ഒറ്റയ്ക്കാകുമ്പോഴാണ് കൂട്ടുവേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. എപ്പോഴും നന്മ ചെയ്യുക. അപ്രതീക്ഷിതമായ രീതിയിൽ അത് നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. ജീവിതത്തിൽ ഇനിയും നേടാനുണ്ട് എന്ന ഉറപ്പോടെ മുന്നോട്ട് നീങ്ങുക. വിജയം നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കാതിരിക്കുക. മനോഹരമായത് ഒന്നും സത്യമാവണമെന്നില്ല. സത്യമായതൊന്നും മനോഹരവുമാവണമെന്നില്ല. ജീവിതത്തിൽ കഷ്ടത എന്ന അധ്യായത്തെ തരണം ചെയ്താൽ മാത്രമേ വിജയം എന്ന അധ്യായത്തിൽ സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. തിരക്കാവാം, അതൊരിക്കലും ബന്ധങ്ങളെ മറന്നാകരുത്. നിങ്ങൾ ആർക്കുവേണ്ടി ജീവിച്ചു എന്നതല്ല, നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി ജീവിച്ചിരുന്നു എന്നതിലാണ് കാര്യം.